ഉൽപ്പത്തി പുസ്തകം ഇന്ന് ആദാം, ദൈവത്തിന്റെ സൃഷ്ടി, ആദാം എന്ന വിഷയമാണ് എടുക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ, നാം വചനം വായിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും. അല്പസമയമുള്ളൂ വചനം വായിച്ചിട്ട് ഇരിക്കും. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ഗാനം പാടുമ്പോൾ പോലും എല്ലാ രാജ്യക്കാരും ബഹുമാനം ചെയ്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ ഇത് നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ, ദൈവരാജ്യത്തിന്റെ ദൈവവചനം വായിക്കുമ്പോൾ ആ ബഹുമാനം കാണിക്കാം. ഓക്കെ. ഉൽപ്പത്തി 1:26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, എല്ലാവരും പ്രാർത്ഥിക്കുക. ഇതൊന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ദൈവശബ്ദം കേൾക്കാൻ വന്നതാണ്. നിങ്ങളുടെ പാസ്റ്റർ പറയുന്നത് കേൾക്കാനല്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുമെന്നാണ്. യേശു ദൈവത്തോട് സംസാരിച്ചു. ദൈവം തിരികെ സംസാരിച്ചപ്പോൾ കൂടെ നിന്ന ശിഷ്യന്മാർ കേട്ടത് ഇടിമുഴക്കം പോലെയാണ്. എന്നാൽ യേശു മാത്രം തിരിച്ചറിഞ്ഞു ദൈവം എന്താണ് പറഞ്ഞത് എന്ന്. അതുപോലെ പ്രവാചകനിലൂടെ കർത്താവ് ബൈബിളിലെ വചനങ്ങൾ എടുക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ദൈവിക ഉദ്ദേശം കർത്താവിന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ് ഇന്ന്. ആ മർമ്മം നമുക്ക് വെളിപ്പെട്ട് കിട്ടണം. അതിലേക്കായി ആത്മാവിൻ ദാഹത്തോടുകൂടെ തിരുവചന സത്യത്തിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ഇരിക്കാം. ഉൽപ്പത്തി 1:26. ദൈവം എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച കാര്യം നമ്മൾ നേരത്തെ എടുത്തു. ഇപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യമാണ്. ആ സൃഷ്ടിപ്പിൽ ഇവിടെ ശ്രദ്ധിക്കുക. അനന്തരം ദൈവം നാം നമ്മുടെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നിലധികം ആളുണ്ട് എന്ന് തോന്നും. വ്യക്തികൾ ഒന്നിലധികം ഉണ്ട് എന്ന് തോന്നും. ലോകം അങ്ങനെയാണ് അതിനെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവിക വെളിപ്പാടിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. നോക്കൂ, മനുഷ്യനെ എന്നത് ഏകവചനമാണ്. അടുത്ത് പറയുന്നത് അവർ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ മേലും അവർ ബഹുവചനം വീണ്ടും ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും മൃഗങ്ങളുടെ മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇടജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഈ അവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്നാണ് ഇനി ഉണ്ടാകാവുന്ന ജനം മുഴുവനും. ആ വ്യക്തികൾ മുഴുവൻ എവിടെയുണ്ട്? ദൈവം ആദ്യമായി സൃഷ്ടിക്കാൻ പോകുന്ന ഈ വ്യക്തിയിലുണ്ട്. അത് മുൻകണ്ടിട്ടാണ് ദൈവം അവർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ലോകം പറയുന്നത് പോലെ ദൈവം 3 വ്യക്തിയാണ്, അല്ലെങ്കിൽ 3 ചേർന്ന ഒന്നാണെങ്കിൽ ദൈവം ഉണ്ടാക്കുമ്പോൾ 3 വ്യക്തികൾ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ലോകം പറയുന്നത് തെറ്റ്. അപ്പോൾ ഇവിടെ നാം എന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. 1:26 വായിച്ചത്. ഉൽപ്പത്തി 1:27 പറയുന്നത് ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്നാണ് വചനം. നോക്കൂ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ എന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇങ്ങനെ ദൈവം അവിടെ നാം നമ്മുടെ എന്ന് പറഞ്ഞെങ്കിൽ സൃഷ്ടിക്കുമ്പോൾ തങ്ങളുടെ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ദൈവം തന്റെ എന്നാണ് കണ്ടത്. തന്റെ എന്ന് പറയുമ്പോൾ ഏകവചനം. ഒന്നിലധികം ശ്രദ്ധിക്കണം. ലോകമെല്ലാം 3 പഠിപ്പിക്കുന്നത് ഈ വചനം എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിൽ അവിടെ 3 പേരുണ്ടാകട്ടെ. അവിടെ സൃഷ്ടിച്ചപ്പോൾ
തന്റെ സ്വരൂപത്തിൽ, ഏകവചനമാണ്. അപ്പൊ ഏതോ ഒരുവന്റെ സ്വരൂപം ആണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഉൽപ്പത്തി. ഇനി രണ്ടാമത്തെ അധ്യായത്തിൽ, ഒന്നാമത്തെ അധ്യായത്തിൽ നടന്നതിന്റെ സൃഷ്ടിപ്പ് വിവരമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ വരുന്നത്. ചെറുതാണോ? ഉൽപ്പത്തി രണ്ടാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തികളിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനാകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ആ ദിവസം ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം. 1 മുതൽ 6-ാം ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ സംഖ്യ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത് 6. 7 സ്വസ്ഥത, അന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത്. 7 ദൈവത്തിന്റെ പൂർണ്ണതയും കാണിക്കുന്നു. ഓക്കെ. 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ച് 2-4 യഹോവയായ ദൈവം ഭൂമിയെയും ആകാശവും സൃഷ്ടിച്ച നാളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. അപ്പൊ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളുടെ വിവരണം വരുന്നത് 2-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി 1-ൽ എന്ത് സംഭവിച്ചു എന്നതിന്റെ വിവരം 2-ൽ നോക്കുക. ആ വിവരം ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അപ്പൊ വയലിലെ ചെടി ഒന്നും അതുവരെ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന സസ്യങ്ങൾ മുളച്ചു വരട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് ഭൂമിയിൽ ഒന്നുമില്ലായിരുന്നു. ഓക്കെ. വയലിലെ സസ്യം ഒന്നും മുളച്ചിരുന്നതുമില്ല. യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അതായത് ഇത് മറ്റു മർത്തോമ കത്തോലിക്ക സഭയ്ക്ക് ഞങ്ങൾ സംസാരിക്കാൻ പോയപ്പോൾ പറയുന്നത്, ദൈവം സൃഷ്ടിച്ച ആദാമും ഹവ്വയും അല്ലാതെ ഭൂമിയിൽ വേറെ മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവർ പറയുന്നത് അങ്ങനെയല്ല. ഉൽപ്പത്തി വിവരം, സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള വിവരമാണ് ഇവിടെ പറയുന്നത്. നോക്കൂ. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അപ്പൊ അതിനു മുമ്പ് നിലം നനച്ചത് ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിച്ചതാണ്. ആയിക്കോ. 7 യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇങ്ങനെയാണ് മലയാളം ബൈബിളിൽ. ഒന്നും പിടികിട്ടില്ല. ജീവനുള്ള ദേഹി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒന്നും പറയാനില്ല. പിന്നെ അവര് എല്ലാം കൂടെ ചേർത്ത് പറയുന്നത് ബുദ്ധിയാണ് എന്ന് പറയും. അതൊന്നും അല്ല തെറ്റ്. അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. ജീവനുള്ള ആത്മാവായി എന്നതാണ് ദൈവം അതിന് യഥാർത്ഥ ദൈവം സംസാരിച്ചത്. അതിന്റെ ഇംഗ്ലീഷ് കിടപ്പുണ്ട്. ഉൽപ്പത്തി 1:7 ആൻഡ് മാൻ ബിക്കം എ ലിവിംഗ് സോൾ. ജീവനുള്ള ആത്മാവായി. ഇത് പറയേണ്ട പ്രത്യേകത വെച്ചാല് ദൈവം പൊടി കൊണ്ട് നിർമ്മിച്ചത് ആദാമിന്റെ ബോഡി. അപ്പൊ നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറഞ്ഞ പ്രകാരം ഒരു മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ 3 ഘടകമുണ്ട് ഒരു മനുഷ്യനിൽ. അത് ദൈവം 3 ലോകം പഠിപ്പിക്കും പോലെ അല്ല. ആ ദൈവത്തിൽ 3 ഘടകമുണ്ട്. ദൈവത്തിൽ ആത്മാവുണ്ട്, ആത്മാവിൽ നിത്യജീവൻ, അത് പ്രാണനുണ്ട്, പിന്നെ ദൈവത്തിന്റെ ആത്മീക ബോഡിയുണ്ട്. അപ്പോൾ ദൈവത്തിന് അങ്ങനെ 3 ഘടകമുണ്ടെങ്കിൽ ദൈവം സൃഷ്ടിക്കുന്ന മനുഷ്യർക്കും അങ്ങനെ വേണം. അതുകൊണ്ട് ആത്മാവ് ഉണ്ടായിരുന്നു, നിത്യജീവനും ഓൾറെഡി ഉണ്ട്. അതിൽ നിന്ന് പകുത്ത് ആ മനുഷ്യന് ഭൂമിയിൽ നിന്ന് ശരീരം, മണ്ണ് കൊണ്ടൊരു ശരീരം ഉണ്ടാക്കുകയാണ് ആദ്യം. ഇതാണ് ആദ്യം ചെയ്തത്. 3 ഘടകം. 1 ബോഡി. ആ ബോഡിയിലേക്ക് ജീവശ്വാസമൂതി. നോക്കൂ, മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയല്ല, ജീവനുള്ള ആത്മാവായി. ഇത്രയും മാത്രമേ ബൈബിളിൽ പറയുന്നുള്ളൂ. എപ്പോഴെങ്കിലും അവന്റെ ഉള്ളിൽ പ്രാണൻ വെച്ചോ, നിത്യജീവൻ വെച്ചോ വാക്യമുണ്ടോ? ഇല്ല. നമുക്ക് പ്രത്യേകിച്ച് എടുക്കാനില്ല. പക്ഷെ ഈ മൂക്കിൽ ജീവശ്വാസം എന്നതാണ്. ആത്മാവ് ഓൾറെഡി ഉണ്ട്. എവിടെയുണ്ട്? നമ്മളെല്ലാം എവിടെ? നമ്മൾ ജനിക്കുന്നതിന് ഇവിടെ ഉണ്ടായിരുന്നു, നാം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആത്മാവ് എന്ന വ്യക്തിയെ ദൈവം ഭൂമിയിൽ ശരീരത്തോടുകൂടി ചേർത്ത് അയക്കാൻ ഉദ്ദേശിക്കുമ്പോഴേ ഈ വ്യക്തി ആദാം എന്ന ആത്മാവ് എവിടെയുണ്ട്? ദൈവത്തിലുണ്ട്. അപ്പൊ ആ ആത്മാവിലേക്ക് ഈ ഊതിയതാണ് നിത്യജീവൻ. അപ്പോ ആദാം എന്തൊക്കെയുണ്ട്? പ്രാണനുണ്ട്. ഇപ്പൊ ആത്മാവായി പൊടി കൊണ്ട് ശരീരത്തെ നിർമ്മിച്ചു.
3 ഘടകം. അപ്പൊ ഒരു മനുഷ്യന് ബോഡി, ആത്മാവ്, പ്രാണൻ. അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞു നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് ഈ 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം. 1 നിത്യജീവൻ, അതാണ് പ്രാണൻ. 2 ദൈവം ആത്മാവാകുന്നു. അടുത്ത് ദൈവത്തിന് ഒരു ആത്മീക ബോഡിയുണ്ട്, അതാണ് ദൈവത്തിന്റെ ആദ്യജാതൻ. കൊലോസ്യർ ലേഖനം വായിച്ചാൽ അറിയാം. അതായത് ഇപ്പൊ ഇവിടെ സൃഷ്ടിച്ചത് പറയുമ്പോൾ ദൈവം എങ്ങനെയാണോ തന്റെ 3 ഭാഗത്തെ ഒന്നാക്കി കാണുന്നത്, അവണ്ണം തന്നെ ദൈവം മനുഷ്യൻ സൃഷ്ടിക്കുകയാണ്. അപ്പൊ പ്രാണനുണ്ട്, ആത്മാവുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ദൈവം ആത്മാവാകുന്നു. ആ ദൈവത്തിൽ എവിടെ ഉണ്ട്? നിത്യജീവനുണ്ട്. അപ്പൊ ഇത് രണ്ടും ഉണ്ടായിരിക്കെ, അപ്പൊ ദൈവം ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നിനെ സൃഷ്ടിച്ചു ആദ്യമായിട്ട്. അപ്പൊ ആത്മാവും പ്രാണനും ഒന്നായി നിന്ന് ആ ദൈവം അല്ല കേട്ടോ. അപ്പോഴും ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ആരാധനയ്ക്ക് യോഗ്യൻ, ഒബ്ജക്ട് ഓഫ് വർഷിപ്പ്. അപ്പൊ വർഷിപ്പ്, ആരാധിക്കുവാൻ ആരെങ്കിലും മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് ഈ ആരാധനയ്ക്ക് യോഗ്യനാകുന്നത്. അതിനു മുമ്പ് ദൈവമല്ല. അതിനു മുമ്പ് ആത്മാവാണ് നിത്യജീവനുള്ള. ആ ദൈവം ആ ആത്മാവ് തനിക്ക് തന്നെ ആദ്യമായി ഒരു ബോഡിയെ സൃഷ്ടിക്കുകയാണ്. എങ്ങനെ? വചനത്താൽ. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ചിന്ത, ആശയം. അത് തനിക്ക് വേണ്ടി ഒരു ബോഡി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു ആത്മീക ബോഡി ഉണ്ടായി. ആ ബോഡിക്കുള്ളിലേക്ക് ഈ ആത്മാവും പ്രാണനുമായി പ്രവേശിച്ചു. എന്നിട്ട് ദൈവം ആ ആത്മീക ബോഡി, ശരീരത്തിൽ ജടിക ബോഡിയില്ല, ആത്മീക ബോഡിക്കുള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഉളവാകട്ടെ 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 എന്ന് പറഞ്ഞത്. അതാണ് ഉളവായതൊന്നും അവനെ കൂടാതെ. അവനാര്? പുത്രൻ. പുത്രന്റെ തന്റെ ശരീരം, വചനത്താൽ ഉരുവാക്കിയ തന്റെ ശരീരം എന്ന ആ സൃഷ്ടി ശരീരത്തിന് ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് ദൈവം ഉളവാകട്ടെ ഉളവാകട്ടെ ഉളവാകട്ടെ. അതാണ് സൃഷ്ടികൾ ഒന്നും അവനെ കൂടാതെ അല്ല, എല്ലാം അവനിലേക്കും എന്ന് പറഞ്ഞാൽ വചനത്താൽ ഉളവായത് തിരികെ എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാം, വചനമായി ചേർക്കുക. ദൈവത്തിന് സാധിക്കും, നമുക്ക് പറ്റില്ല. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിന് ആത്മാവുണ്ടായിരുന്നു, അതിലേക്ക് നിത്യജീവൻ ഊതി. അപ്പോൾ ജീവനുള്ള ആത്മാവായി. ഈ ആത്മാവിന് ബോഡിയും വെച്ചു. എന്നിട്ട് ദൈവം തന്റെ ബോഡിയെ ഉണ്ടാക്കി അതിനുള്ളിൽ പ്രവേശിച്ച ശേഷം ഉളവാകട്ടെ എന്ന് പറഞ്ഞുവെങ്കിൽ തന്റെ ആദ്യ സൃഷ്ടിയും ഇതുപോലെ എന്തെങ്കിലും ചെയ്തിരിക്കണം. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം പറഞ്ഞത്, അവൻ മൃഗങ്ങളെയും പക്ഷി എല്ലാത്തിനെയും വിളിച്ചു വരുത്തിയിട്ട് അവൻ പേരിട്ടു. അവനിട്ട പേരെല്ലാം അതിന് സ്ഥിരമായി. അപ്പോ ആദാമിന്റെ ബോഡി മണ്ണിൽ നിന്ന് എടുത്തു, ബോഡിയിലേക്ക് ആത്മാവ് വന്നു. ആ ആത്മാവിലേക്കാണ് പ്രാണനെ ഊതിയത്. മനസ്സിലാവുന്നുണ്ടോ? ആർക്കും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? അപ്പോ ഇങ്ങനെയെങ്കിൽ ഏദൻ തോട്ടത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ഉൽപ്പത്തിയില് നീ തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞിട്ടും അവർ തിന്നിട്ടും, വിഷയം നമുക്ക് പിന്നെ എടുക്കാം, എന്തായാലും അവിടെ തിന്നു. അതിനുശേഷം ദൈവം ഇറങ്ങി വന്നിട്ട് അവരോട് സംസാരിച്ചു. മരിച്ചവരോട് സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ അവർ മരിച്ചോ? മരിച്ചു. നമ്മൾ ഇന്ന് കാണുന്ന ശാരീരിക മരണമല്ല. ആ ആദാമിന് 3 പാർട്ടുണ്ടായിരുന്നു. ഒന്ന് ജഡശരീരം, അകത്തെ ആത്മാവ്, അതിന്റെ ഉള്ളിൽ നിത്യജീവൻ. അപ്പൊ അവിടെ മരണം എന്ന് പറയുന്നത് വേർപാട് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ദൈവം കൽപ്പിച്ച അരുത് എന്ന് പറഞ്ഞ കാര്യത്തെ അവർ ചെയ്തപ്പോൾ അവിടെ ഒരു മരണം സംഭവിച്ചു. ആത്മാവിൽ നിന്ന് പ്രാണൻ നഷ്ടപ്പെട്ടു, വേർപെട്ടുപോയി. അതാണ് അവിടുത്തെ മരണം. ഇത് തിരികെ പിടിക്കാനാണ് നമ്മൾ ഇന്നും വിശ്വാസ സ്നാനം സ്വീകരിച്ച് ജീവനിലേക്ക്, ക്രിസ്തുവിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇന്നും ജനിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ബോഡിയുണ്ട്, മണ്ണ് കൊണ്ടുള്ള ബോഡി. അത് മണ്ണിലേക്ക് പോകും. അത് കഴിയുമ്പോൾ ഇതിനുള്ളിൽ ഒരു ആത്മാവുണ്ട്. എല്ലാ മനുഷ്യരുടെ ആത്മാവുണ്ട്. ഈ ആത്മാവിൽ എന്തില്ല? നിത്യജീവനില്ല. ഇത് ഏകന്റെ ലംഘനത്താൽ, അനുസരണക്കേടിനാൽ നിലച്ചുപോയത് മറ്റൊരുവന്റെ അനുസരണത്താൽ തിരികെ പിടിക്കുകയാണ്. അപ്പൊ ഇന്നിപ്പോ വിശ്വാസ സ്നാനം സ്വീകരിച്ച് നമ്മുടെ ഉള്ളിൽ ദേഹമുണ്ട്, ആത്മാവുണ്ട്, പ്രാണൻ വന്നു. ഇതാണ് പൂർണ്ണ മനുഷ്യൻ. ഇതിനെയാണ് ദൈവം തിരികെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന്റെ ആദ്യത്തെ സൃഷ്ടിപ്പിലുണ്ടായിരുന്ന പൂർണ്ണതയിൽ നാം ക്രിസ്തുവിൽ വീണ്ടും പൂർണ്ണത വരുമ്പോൾ ആ വ്യക്തി പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ മാത്രമാണ്. ആ വ്യക്തികളെ കർത്താവ് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നാം നമ്മുടെ എന്ന് പറഞ്ഞത്
ഇന്നും ലോകം ബുദ്ധിയിൽ 12, 20, 8, 10 വർഷം ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് ഇത് ഇന്നും ദൈവം അവർക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കും അറിയില്ലായിരുന്നല്ലോ. അപ്പൊ തന്റെ സൃഷ്ടിപ്പ് എങ്ങനെ നാം തന്റെ സ്വരൂപത്തിന് സാദൃശ്യം എന്ന് പറഞ്ഞതുപോലെ ആത്മാവായ ദൈവത്തിൽ നിത്യജീവൻ ഉണ്ടായിരുന്നു. അത് ആത്മീക ബോഡിയിൽ നിന്ന് ഉരുവാക്കിയതുപോലെ തന്നെ ആദാം വന്നിട്ട് എല്ലാവരും വിളിച്ച് പേരിട്ടു. അപ്പൊ ആ ശരീരത്തിൽ നിന്ന് പറഞ്ഞതൊക്കെയും അവയ്ക്ക് പേരായി. തിന്നരുതെന്ന് പറഞ്ഞ് വചനം അരുത് എന്ന് പറഞ്ഞത് ചെയ്തപ്പോൾ ആ പ്രാണൻ നഷ്ടപ്പെട്ടു. നമ്മൾ എത്ര വ്യക്തി? ഒറ്റ വ്യക്തിയല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഈ ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെ 3 ആക്കി? എത്രയോ കോടിക്കണക്കിന് ജനത്തിന് മറച്ചു വെച്ചിരുന്ന സത്യമാണ് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നുണ്ടോ? കർത്താവിനൊന്ന് ഉറക്കെ സ്തുതിക്കും. നിങ്ങൾ ചെയ്യേണ്ടതാ ഹൃദയം കൊണ്ടൊന്ന് ഹല്ലേലൂയ. അത് സത്യം, അതാണ് നന്ദിയുള്ള ഹൃദയം. അതങ്ങ് ഉറയ്ക്കും. എങ്കിലും കർത്താവ് മറ്റൊരു കാര്യം വെളിപ്പെടുത്തി തന്നാലും നിങ്ങൾക്കത് ഗ്രഹിക്കാൻ നിലനിൽക്കുകയുള്ളൂ. ഇല്ല, ആത്മീക ദൈവം ആത്മാവാകുന്നു. ആ ആത്മാവായ ദൈവത്തിന് ആത്മീക ബോഡിയുണ്ട്. അത് തുറന്നെടുക്കുകയാണെങ്കിലും ആത്മീക ബോഡിയും ആത്മാവും പ്രാണനുമായി നിന്ന ദൈവം ഭൂമിയിൽ വന്നപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയായതുകൊണ്ട് ആ സമത്വം മാറ്റിവെച്ചു. എന്നിട്ട് അവൻ ഭൂമിയിൽ വന്ന് കന്യകയിൽ നിന്ന് ഒരു ജഡശരീരം എടുത്തു. എന്തിനാ? പാപം വഹിക്കണം, പാപത്തിന് ശിക്ഷ കേൾക്കണം, ആത്മാവിൽ നിന്ന് രക്തം വരില്ല. അപ്പൊ ശരീരത്തിൽ നിന്ന് പാപത്തിന്റെ പരിഹാരമാക്കുന്ന രക്തം ചിന്തണം. പിന്നെ ഈ ശരീരത്തിൽ നിന്നൊരു വേർപാട്, മരണം വേണം. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് ഒരു ശരീരമാണ്. അതായത് ഒരു ശരീരം വചനത്താലാണ്. അത് പാപമല്ല, മറിയുടെ ഒന്നും എടുത്തിട്ടില്ല. രക്തം എടുത്തിട്ടില്ല. രക്തത്തിൽ പാപമുണ്ട്. രക്തത്തിലാണ് പാപം, നമുക്കറിയാം. സർപ്പൻസ് പറഞ്ഞപ്പോ അറിയാം. രക്തത്തിലാണ് പാപം. മറിയിൽ നിന്നും ഒന്നും എടുത്തിട്ടില്ല. ഒരു ശരീരകോശം അവിടെ വളർന്നതാണ്, മാംസകോശം അവിടെ വളർന്നതാണ്. അതിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ 1-2 വിവരണം ബൈബിളിന്റെ പല ഭാഗത്തായി കിടക്കുന്നത് നമുക്ക് നോക്കാം. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോ മനുഷ്യൻ എന്ന് നമ്മൾ പറയും. നമ്മളിവിടെ മനുഷ്യരെ കാണുകയാണ്. ഈ കാണുന്ന ഒന്നുമല്ല മനുഷ്യൻ. ഈ ബോഡിക്ക് ഉള്ളിൽ ആണ് ദൈവം ഈ ആത്മാവിനെ വെച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ആത്മാവിനെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ. ഓക്കെ, പിടിയിട്ടില്ല. അപ്പൊ ആദ്യം പറഞ്ഞ ശരിയായല്ലോ. പ്രാണനുണ്ടായിരുന്നു, ആത്മാവുണ്ടായിരുന്നു ആദാമിന്. ഇത് രണ്ടിനും വേണ്ടി പ്രവേശിപ്പിക്കാനാണ് മണ്ണിൽ നിന്ന് ഒരു ബോഡി എടുത്തത്. തൃത്വത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. തുടർന്ന് എടുക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു ദൈവമേ ഉള്ളൂ, ഒറ്റ വ്യക്തിയാണ് എന്നതിന് പഴയ നിയമം മുതലുള്ള ഉദാഹരണമാണ് എടുക്കുന്നത്. ഇവര് 3 ആക്കാൻ വേണ്ടി എടുക്കുന്നത് ഉൽപ്പത്തി 1:26. നാം നമ്മുടെ സ്വരൂപത്തിന് സാദൃശ്യം മനുഷ്യനുണ്ടാക്കാം. കണ്ടോ, നാം ഉൽപ്പത്തി 11 എടുക്കുന്നില്ല. നാം ഇറങ്ങിച്ചെല്ലാം. അവരെ ഭാഷയെ കലക്കുന്ന കാര്യം പറയുമ്പോൾ അവിടെ എല്ലാം ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ വേറെ അർത്ഥങ്ങളുണ്ട്. ഇവർ ബുദ്ധിയിൽ കാണുന്നത് പോലെയല്ല. അപ്പോ മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ പ്രാണൻ, ഇപ്പൊ പ്രാണനില്ല. ഈ സെഖര്യാവിൽ പറയുമ്പോ പ്രാണൻ അകത്ത് വരുന്നില്ല. അവർക്ക് പ്രാണൻ എപ്പോഴാണ് കിട്ടിയ? പഴയ നിയമ വിശ്വാസത്തിൽ പ്രാണൻ എപ്പോഴാണ് കിട്ടിയത്? നിത്യജീവൻ കിട്ടിയത് എപ്പോഴാണ്? ആമേൻ. യേശു ക്രിസ്തുവിന്റെ ശരീരം കല്ലറിയിരുന്നപ്പോൾ ആത്മാവ് അഗാധ കൂപങ്ങളിലേക്ക് പോയി ബദ്ധന്മാരെ പിടിച്ച് മുകളിലേക്ക് കയറി നല്ല ദാനങ്ങളെ കൊടുത്തു. എഫേസ്യർ 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അപ്പോഴാണ് അവർക്ക് നിത്യജീവൻ കിട്ടിയത്. അപ്പോ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ആ നിത്യജീവൻ യേശുവിന്റെ ക്രൂശ് മരണം പുനരുദ്ധാനം വരെയും അവർക്ക് നൽകിയിട്ടില്ല. എന്താ? ഒരിക്കലും എന്നേക്കുമായി പാപം മോചിച്ചിട്ടില്ല. ആണ്ടുതോറും ഇടപെടാതെ പാപമോചന യാഗം നടന്നു വന്നതേ ഉള്ളൂ. എന്നാൽ ഇന്നോ നമുക്ക് വിശ്വാസ സ്നാനം സ്വീകരിച്ച പൂർണ്ണമായി വിശ്വസിച്ചിട്ടാണെങ്കിൽ അപ്പോൾ തന്നെ ആത്മാവ് നമുക്കുണ്ട്, ശരീരമുണ്ട്, അതിലേക്ക് നിത്യജീവൻ വരുന്നു. ആ വ്യക്തി ആളാകെ മാറും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആകാശത്തെ അടുക്കുകളായിട്ട് നമ്മൾ ആകാശം ഇരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. മറ്റൊരു വാക്യം സഭാപ്രസംഗി 3:1. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും അവരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. നിത്യത എന്താണ്? പ്രാണൻ, നിത്യജീവൻ. നിത്യജീവൻ അവിടെ
ആത്മാവിൽ. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ആദാമിൽ ജീവശ്വാസം ഊതിയത്. ആത്മാവ് ആദ്യമേ ഉണ്ട്, ബോഡി ഉണ്ടാക്കി. ദൈവം ആദാമിനൊരു ബോഡി ഉണ്ടാക്കി. ആ ബോഡിയിലേക്ക് ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞാൽ ആദാം എന്ന ആത്മാവ് ഉണ്ടായിരുന്നതിന്റെ ഉള്ളിലേക്ക് ദൈവം നിത്യജീവനെ പകരുകയാണ്. അവൻ സകലവും അതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ. അപ്പൊ ഈ ആത്മാവും പ്രാണനുമുള്ള ആ അകത്തെ മനുഷ്യനെ എവിടെ വച്ചിരിക്കുന്നു? നമ്മുടെ ഹൃദയത്തിൽ. ഓക്കെ, വച്ചിരിക്കുന്നു. അടുത്ത് സഭാപ്രസംഗം 1:7. പൊടി പണ്ട് ഉണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. അതായത് ആദാമിന്റെ ബോഡി ദൈവം മണ്ണിൽ നിന്നെടുത്തു. അത് നമ്മൾ നിത്യജീവൻ പ്രാപിച്ചാലോ ഇല്ലാതെയോ മരിച്ചു പോയാൽ ആ ശരീരം അവിടെ ചേരും. ഹലോ, ശ്രദ്ധിച്ചിരിക്കും. മണ്ണിലേക്ക് ചേരും. എവിടെ നിന്നെടുത്തതാണ്? പൊടിയിൽ നിന്ന്, മണ്ണിൽ നിന്നെടുത്തതാണ്. അത് മണ്ണിലേക്ക് തന്നെ ചേരണം. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഇത് ഏത് കാലഘട്ടത്തിൽ പറയുന്നതാണ്? പഴയ നിയമ കാലഘട്ടം. സഭാപ്രസംഗം 12:7. അപ്പോ കണ്ടൂടെ? ഒന്ന് വലുതാക്കണോ? ഓക്കെ, 12:7. അപ്പോ പൊടി പണ്ടുണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അവ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഇതിന് പുതിയ നിയമസഭയില് കൊലോസ്യർ 3:3 നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കും. പുതിയ നിയമസഭയിൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ ശരീരം നേരെ എവിടെ പോകും? മുൻപ് പറഞ്ഞതുപോലെ അത് പൊടിയിൽ നിന്നെടുത്ത് പൊടിയിലേക്ക് പോകും. ജീവൻ എന്ന് പറയുന്നു. ഈ ജീവൻ ഏതാണ്? നിത്യജീവനാണ്, പ്രാണൻ. അത് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ദൈവത്തിൽ മറഞ്ഞിരിക്കും. ആത്മാവോടെ പോവപ്പോഴും ആത്മാവിന്റെ കാര്യം ഇവിടെ പറയുന്നില്ലല്ലോ. ആത്മാവോടെ പോവും എവിടെ? ഇല്ല. ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ആത്മാവ് 3-ാം സ്വർഗത്തിലേക്ക് പോകും. പണ്ട് പർദീസിൽ ഭൂമിക്കടിയിലായിരുന്നു. യേശു ആ ക്രൂശിൽ കിടന്ന കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം പർദീസിൽ ഉണ്ടാകും. അതിനു മുമ്പ് തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിച്ച വിശുദ്ധന്മാരുടെ ആത്മാവ് പർദീസയിലായിരുന്നു, ഭൂമിക്കടിയിൽ. യേശു വന്നപ്പോൾ ഭൂമിക്കടിയിൽ 2 ശുശ്രൂഷ ഉണ്ടായിരുന്നു, ഭൂമിക്ക് മുകളിൽ 2 ശുശ്രൂഷ ഉണ്ടായിരുന്നു. മൊത്തം 4 ശുശ്രൂഷ മെയിനായിട്ട് അവിടെ പറയുന്നതിൽ. അപ്പൊ 2 കാര്യങ്ങൾ ഭൂമിക്കടിയിൽ. ഒന്ന്, പീഡിതരെ വിടിവിച്ചയപ്പാൻ നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവരോട് അവൻ പോയി അറിയിച്ചു. 2, ബദ്ധന്മാരെ വിടുവിച്ചു. അപ്പൊ ജീവിത വിശുദ്ധിയോടുകൂടി വചനം അനുസരിക്കാൻ തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തി ക്രിസ്തുവിൽ ആ വിശ്വാസത്തിൽ മരിച്ചുപോയവരുടെ ആത്മാക്കൾ പർദീസയിലായിരുന്നു. യേശു അവിടെ നിന്ന് വിടുവിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാനാണ് പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. അതായത് നല്ല ദാനങ്ങളെ കൊടുത്ത് 3-ാം സ്വർഗത്തോളം കൊണ്ടുപോയി. അപ്പൊ അതിനുശേഷം ഇന്ന് വരെ മരിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസം മരിച്ചാൽ ശരീരം എവിടെ പോകുന്നു? നേരെ ഭൂമിയിലേക്ക് പോകുന്നു. അത് ദൈവം മടക്കി വരുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, പ്രവാചകന്റെ കർത്താവ് പറയുന്നത് 16 മൂലകങ്ങൾ കൊണ്ടാണ് മനുഷ്യ ശരീരം ഉളവാക്കിയിരിക്കുന്നത്. ഈ 16 മൂലകങ്ങളെയും മണ്ണിലുള്ളതാണ്. തിരികെ ഉണ്ടാകട്ടെ എന്ന് വരുമ്പോൾ ഈ 16 മൂലകങ്ങളിലൂടെയാണ് ദൈവം ഈ ശരീരത്തെ തിരികെ കൊണ്ടുവരുന്നത്. അപ്പോൾ ശരീരം മണ്ണിലേക്ക് തന്നെ പോവുകയും ആത്മാവ്, ക്രിസ്തുവിൽ മരിച്ചവന്റെ ആത്മാവ് നേരെ പർദീസയിലേക്ക് പോകും, 3-ാം സ്വർഗത്തിലേക്ക് പോകും, അബ്രഹാമിന്റെ മടിയിലേക്ക്. പ്രാണൻ, നിത്യജീവൻ അത് ഉണ്ടെങ്കിൽ ഉള്ളവരാണ്. ആ ഉള്ളവരുടെ ആത്മാവാണ് അവിടെ പോകുന്നത് 3-ാം സ്വർഗത്ത്. ആ നിത്യജീവൻ ഇല്ലാതെ മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് അവിടെ പോകില്ല. എവിടെ പോകും? പാതാളം എന്ന വാക്കല്ല, അധമ പാതാളം എന്ന് പറയാം. ബൈബിൾ അങ്ങനെ 2 വാക്കുണ്ട്. കാര്യം പർദീസയെ പാതാളം എന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ, സങ്കീർത്തനം പറയുന്നുണ്ട്. പർദീസ വെച്ചാൽ വിശുദ്ധന്മാർ വസിച്ച സ്ഥലം, അതിനെ പാതാളം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പീഡനം അനുഭവിക്കുന്ന സ്ഥലം, അതായത് നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവർ പോയ സ്ഥലത്തെ പറയുന്നത് അധമ പാതാളം. പാതാളം എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലാണ് പാതാളം അധമ പാതാളം. ഇല്ലെങ്കിലോ പർദീസയും പീഡനാസ്ഥലവും യാതനാസ്ഥലവും. ഓക്കെ, അപ്പൊ ഇന്ന് ക്രിസ്തുവിൽ ഉള്ള ഒരു വ്യക്തി മരിച്ചാൽ അവന്റെ ശരീരം എന്തായാലും മണ്ണിലേക്ക് പോകും. ആത്മാവ് 3-ാം സ്വർഗത്തോളം പോകും. പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയാണ് മരിച്ചതെങ്കിൽ
ആ പ്രാണൻ നേരെ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കും. എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്? അപ്പൊ രണ്ട് വ്യക്തിയായില്ലേ? ഇവിടെ മുമ്പ് പഠിപ്പിച്ചതാണ്. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് 4-5 വർഷം മുമ്പ് പഠിപ്പിച്ചാണല്ലോ. എന്താ മതി? ക്രിസ്തുവിനോട് ഇവിടെ എഴുതിയില്ലേ? നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ. ക്രിസ്തുവിന്റെ ദൈവം, പിന്നെ ഇതിന് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു. അപ്പൊ ദൈവം ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും ഓരോ ഉദ്ദേശമുണ്ട്. ഇത് മുഴുവൻ ക്രിസ്തുവിലായിരിക്കുന്നത്. ഇത് മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്തതാണ് വില്യം മാര്യം ബ്രൻഹാമിലൂടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്. കാര്യം യേശു ക്രിസ്തുവിനെ ഒഴിച്ചുകൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് ക്രിസ്തു അഭിഷിക്തൻ താൻ ഒരു ദൈവഭക്തനായി ഭൂമിയിൽ ജീവിച്ചൊരു മാതൃക കാണിച്ചു തന്നുവെങ്കിൽ ഭൂമിയിൽ അങ്ങനെ ജീവിച്ച് മരിക്കുന്ന ഏതൊരു വ്യക്തിയും യേശു ക്രിസ്തു മുഖാന്തരം, അതാണ് ശരീരം, സഭ, വിശുദ്ധന്മാർ, അതിലാണ് പോയി ചേരുന്നത്. ദൈവത്തിലല്ല, ആ തലയിലല്ല പോയി ചേരുന്നത്, ശരീരത്തിലാണ് പോയി ചേരുന്നത്. ആ ദൈവം കൊടുക്കുന്ന മഹത്വമാണ്, വില കൽപ്പിക്കുന്നതാണ്. ആ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നമ്മൾ ക്രിസ്തുവിൽ വീണ്ടും ഒന്നായി ചേർക്കാം. അത് അവിടെ അറ്റസ്റ്റ് ചെയ്തതിനു ശേഷം ഈ പ്രാണൻ ദൈവത്തിലേക്ക് പോയി മറന്നിരിക്കും. അങ്ങനെയെങ്കിൽ കർത്താവ് വരുന്ന സമയത്ത് എങ്ങനെയാണ് വീണ്ടെടുപ്പ് ഉണ്ടാവുന്നത്? ആദ്യം കർത്താവ് വരുമ്പോൾ ഈ പ്രാണൻ ദൈവത്തിൽ ഇരിക്കുന്ന, ദൈവത്തോടുകൂടെ മറഞ്ഞിരിക്കുന്ന ആ പ്രാണൻ വന്നിട്ട് 3-ാം സ്വർഗത്ത് വന്ന് ആത്മാവുമായി ചേർന്ന്, ശരീരം എവിടെയാണ്? ഒരു പക്ഷേ ഭൂമിയിൽ ഇപ്പോ സ്പേസിലേക്ക് പോയ ഒരു കത്തി താഴെ വീണ്ടുണ്ട്, വായുവിൽ വെച്ച് മരിച്ചു വീണ്ടു. അതെല്ലാം കർത്താവിന് വിളിച്ചു വരുത്താൻ പറ്റും. മൃഗങ്ങൾ തിന്ന് ഭക്ഷിച്ച് വിസർജിച്ചതുണ്ടാവും. മലയിടുക്കികളിൽ അഴുകി പോകുന്നവരുണ്ടാവും, സമുദ്രത്തിൽ വീണ് അഴുകി പോകുന്നവരുണ്ടാവും, കത്തിച്ചു കളയുന്നവരുണ്ടാവും. എങ്ങനെയൊക്കെ നശിപ്പിച്ചാലും അതിനെ മാറ്റം വരുത്താൻ കഴിയില്ല. ദൈവം അവയെ മടക്കി കൊണ്ടുവന്നിരിക്കും. മലകളോട് അവയെ പ്രസവിച്ചു തരാൻ പറയുന്നുണ്ട്, സമുദ്രത്തോട് പറയുന്നുണ്ട് അവിടെ അഴുകിയത്. എങ്ങനെയായാലും ദൈവം അവയെ വീണ്ടെടുക്കും. അപ്പൊ ആ പ്രാണൻ ഈ ആത്മാവിനോടുകൂടെ ചേർന്നിട്ട് ആ 16 മൂലകങ്ങൾ വെച്ച് ദൈവം വീണ്ടും ഒരു അദ്രവത്വമുള്ള ഒരു ബോഡിയെ സൃഷ്ടിക്കും. നമ്മുടെ ശരീരം ദ്രവത്വമുള്ള ബോഡിയാണ്. ഈ ദ്രവത്വമുള്ള ബോഡി നശിച്ചു പോകുമ്പോൾ നശിക്കാത്തത് ഈ മൂലകങ്ങൾ. അത് വെച്ച് അദ്രവത്വമായ ഒരു ബോഡി എടുക്കും. ആ ബോഡി ഇതുപോലത്തെ ഒന്നല്ല, വിശുദ്ധീകരിക്കപ്പെട്ട ബോഡിയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്ന സമയത്തുള്ള ബോഡിയാണ്. ആ ബോഡി അല്ല മുകളിലേക്ക് പോയത്. ഓക്കെ, അപ്പോ ആ പ്രാണൻ വന്ന് ആത്മാവിനോട് ചേർന്ന് ആത്മാവുമായി വന്ന് നമ്മുടെ ബോഡി എടുക്കും. അതിലേക്ക് വന്ന് ചേർന്നിട്ടാണ് കർത്താവ് നമ്മെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. മുകളിലേക്ക് നമ്മുടെ കാണുന്ന ഭാഗം മേഘങ്ങൾക്ക് മുകളിൽ കഴിഞ്ഞാൽ പിന്നെ സ്വർഗീയ ശരീരമാണ്, ഭൗമ ശരീരമല്ല. ഈ ലോകത്തൊരു ശരീരമുണ്ട്, 3 തരം ബോഡിയാണ്. അത് ഇനി നമുക്ക് പഠിക്കാം. ദൈവത്തിനും അതുണ്ട്. ആത്മീക ബോഡി ഒന്നുണ്ട്, പിന്നെ ജഡീകമായ ഒരു ബോഡിയുണ്ട്, പിന്നെ സ്വർഗീയ ശരീരമുണ്ട്. 3 ടൈപ്പ് ശരീരമുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ മരിച്ചിട്ട്, ഈ നിങ്ങൾ എന്ന് പറയുമ്പോ ഞാൻ ഇവിടെ കണ്ടറിയാൻ കാരണം, ഈ വാക്യം എടുത്ത് വായിക്കുന്ന എല്ലാവരും പറയണം നമ്മൾ മരിച്ച ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന. ഈ നിങ്ങൾ ആരാണെന്ന് ലോകം ഈ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കില്ല. കർത്താവിന്റെ വചനപ്രകാരം വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവവചനം വിശ്വസിച്ചനുസരിച്ച് പ്രമാണിച്ചനുസരിച്ച ആ ജനത്തോട് അപ്പോസ്തലന്മാര് പറയുകയാണ്, ആരാണോ അവർ മാത്രം. ലോകത്തുള്ള എല്ലാവരും ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞതെന്നും പറഞ്ഞാൽ അത് അങ്ങ് ആവുകയൊന്നുമില്ല. കഴിഞ്ഞ ബുധനാഴ്ചത്തെ മെസ്സേജ് നമ്മൾ കേട്ടല്ലോ, എന്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ 3 വ്യക്തികൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ഇടയിൽ അവർ ഒന്നാമത്തെ കാര്യം ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് 3 എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിച്ച കൽപ്പന വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ചിരുന്നു എങ്കിൽ വിശ്വസിക്കണം, വെറുതെ ചെയ്തിട്ട് കാര്യമല്ല. വിശ്വസിച്ച് അനുസരിച്ചെങ്കിൽ ദൈവം കണക്കിടും. ദൈവത്തിനറിയാം, ഹൃദയങ്ങൾ നോക്കും. ഞാൻ ശരണപ്പെട്ട് വിശ്വസിച്ചു അല്ലെങ്കിൽ ഞാൻ ത്യാഗം സഹിച്ചു, അതൊന്നുമല്ല. വിശ്വസിച്ചിട്ടാണോ, ഹൃദയനുറുക്കത്തോടുകൂടെയാണോ, പശ്ചാത്താപത്തോടുകൂടെയാണോ, ആ മാനസാന്തരം കറക്റ്റാണോ എന്നതെല്ലാം നോക്കിയിട്ട് പൂർണ്ണതയോടുകൂടെ കാണുമ്പോഴാണ് ദൈവത്തിനത് ബോധ്യം വരുന്നത്. മനസ്സിലായോ? അപ്പോ അങ്ങനെ വിശ്വസിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൽ ലഭിക്കുന്ന വ്യക്തികളെ നോക്കിയിട്ടാണ് നിങ്ങൾ. അപ്പൊ ആ വ്യക്തിക്ക് യേശുക്രിസ്തു താൻ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പൊ പിന്നെ അത് മതി, ആ ഒരൊറ്റ വ്യക്തിയെ വെളിപ്പെടുത്തി കൊടുത്താൽ മതി. എന്തായിരിക്കും? യഹോവേ. നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ, അവൻ
അത് ഞാൻ തന്നെ. യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാകുന്നു. പിന്നെ പരിശുദ്ധാത്മാവ്, ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കും. അപ്പൊ ഇത് കേട്ടപ്പോൾ അടുത്ത ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യം, കഴിഞ്ഞ ബുധനാഴ്ച എടുത്ത എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്താ ചോദിച്ചത്? പണ്ട് നമുക്കൊരാളുണ്ടായിരുന്നു ഫർണിച്ചർ. ഇതുപോലെ ഞാൻ ദൂരെയാണ് ഇരിക്കുന്ന പുള്ളി ഇരിക്കണമെങ്കിൽ നല്ലവണ്ണം ഗ്രഹിക്കും. ചില സമയത്ത് എന്നെ കാണിക്കാറുണ്ട്. ഇവിടെ വന്നിരിക്കും ചിലപ്പോൾ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാറുണ്ട്. ഇന്നലെ ബുധനാഴ്ച എടുത്തപ്പോഴത്തേക്കും ബ്രദറിനെയാണ് കണ്ടത്. വെറുതെ പറഞ്ഞതല്ല, എനിക്ക് പാഴ്വാക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഗ്രഹിക്കണം. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കണം, കർത്താവേ, ഞങ്ങൾ അവർക്കല്ല ഞങ്ങൾക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നവർ ചോദിക്കുകയാണ്. ലോകമെന്നും അവർക്ക് ഗ്രഹിക്കില്ല എന്ന് പറഞ്ഞ് അവർ എന്ന് പറയുന്നവരാണ് ഈ സഭയിൽ വന്നിട്ട് ബൈബിൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. കൃത്യമായി വചനം വിശ്വസിച്ച് പ്രമാണിച്ച് അനുസരിച്ചിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അത് കുറച്ചുപേരെ, അവരോടാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ യോഹന്നാൻ സ്നാപകൻ വന്നു പറഞ്ഞ വിശ്വാസ സ്നാനം കേട്ട് സ്വീകരിച്ച് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക്, പിതാവ് ആകർഷിച്ച് പുത്രന്റെ അടുക്കിലേക്ക് വന്ന ചെറിയ കൂട്ടരോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞത്. അപ്പോഴും അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സഭയിൽ എപ്പോഴും ഇങ്ങനെ ജനമുണ്ട്. അപ്പൊ നിങ്ങൾ മരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ മരിക്കുന്നവരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആണോ? ആണെങ്കിൽ ഒരു ആമയൊക്കെ കൊടുത്തു. സഭ ഉണർന്നിരിക്കുന്നത് കർത്താവിനെങ്കിലും ഒരു തോന്നലുണ്ടാവട്ടെ, നിങ്ങളുടെ ഹൃദയം ഉണർന്നിരിക്കുന്നത്, എങ്കിലേ ആത്മാവ് ഉണർന്നിരിക്കുള്ളൂ. സ്തോത്രം. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്ന ചെറിയൊരു കൂട്ടർ, അവരാണ് ദൈവത്തിന്റെ ജനം. ഓക്കെ, ഇനി 33 നമുക്ക് പിന്നെ എടുക്കാം. ഇവിടെ ഒരു കാര്യം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു. 32:9 കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷം തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയെ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. ഇത് നിലത്തു നിന്ന് മുളപ്പിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഒന്ന് പിശാചാണ്, ഒന്ന് ദൈവമാണ്. തന്റെ വചനം പറഞ്ഞു ഒന്ന് പിശാചാകുന്നു. ഇതിന് ആൻഡ് ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, ഈവിൾ എന്ന് വെച്ചാൽ സാത്താനാണ്. നന്മ തിന്മകളെ എന്ന് അവിടെ ദൈവം ഉദ്ദേശം മലയാളത്തിൽ കിടക്കുന്നത് എബ്രായ ഭാഷയിൽ എഴുതിയിരുന്നതിന്റെ ഇംഗ്ലീഷ് കറക്റ്റ് ട്രാൻസ്ലേഷൻ ആണ് ഈവിൾ എന്ന് വെച്ചാൽ സാത്താനാണ്. അപ്പൊ പിശാച അവിടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് അതിന്റെ സത്യം. ഒന്ന് ദൈവം സംസാരിച്ചു, അത് സ്വീകരിക്കുന്നവൻ നിത്യജീവൻ നിലനിർത്തും. ദൈവം പറഞ്ഞതിനെ അനുസരിക്കാതെ പിശാചിനെ കേൾക്കുന്നവൻ നിത്യജീവൻ നഷ്ടപ്പെടും. ഓക്കെ, ഇനി അത് എത്ര? 32:9 മൂന്നാമത്തെ അധ്യായം വന്നപ്പോ വീണ്ടും കർത്താവ് ഇതേ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. 33:22 യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ, അതായത് ആൻഡ് ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, അവിടെ തിന്മ പിശാചിനെയും. അപ്പൊ പിശാചിന്റെ ഉപദേശവും മനുഷ്യൻ കേട്ടിരിക്കുന്നു, ദൈവത്തിന്റെ ഉപദേശവും കേട്ടിരിക്കുന്നു. എന്നിട്ട് ദൈവത്തിന്റെ ഉപദേശം തള്ളി പിശാചിന്റെ ഉപദേശം സ്വീകരിച്ചത് കൊണ്ട് ഇനി ജീവവൃക്ഷ ഫലവും കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിന്. അത് നമ്മൾ മുമ്പ് എടുത്താണ്, ഒന്ന് പറയാം. നമ്മൾ പാപം ചെയ്ത് പാപിയാണ് എന്ന് ഉത്തമ ബോധം നമുക്കൊരിക്കലും വരില്ല. കർത്താവിനറിയാം, അവൻ നഷ്ടപ്പെട്ടു പോയവനാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർ അങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ആദ്യം ഇതിനാ വരുന്നത്. സഭയിൽ വരുമ്പോൾ നമ്മൾ ഈ സഭയിൽ സിസ്റ്റം ദൈവം വെച്ചാണ്, അത് വില്യം ബ്രഹാം വെച്ചതൊന്നല്ല. മുമ്പിലേക്ക് വരുമ്പോൾ മുട്ടുമടക്കി കൈ ഉയർത്തി ഐ സറണ്ടർ ആൾ, കർത്താവെ ഞാൻ ഏതുമില്ല. ഒരു ക്രിസ്തുവിശ്വാസി 3 നേരം ബൈബിൾ വായിക്കണം, 3 നേരം പ്രാർത്ഥിക്കണം, മിനിമം 3 നേരം പ്രാർത്ഥിക്കണം. ഇനി ഇദ്ദേഹത്തിനോട് പറഞ്ഞു 3 നേരം മെസ്സേജ് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യണം. മെസ്സേജ് എന്താണ്? ബൈബിൾ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടതാണ് ബൈബിൾ. ആ ബൈബിളിലുള്ള മർമ്മങ്ങളെ തുറന്ന് സംസാരിച്ചതിന്റെ വിവരണമാണ് നമ്മുടെ മെസ്സേജ് ബുക്കിൽ. അപ്പൊ മെസ്സേജ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളോട് സംസാരിച്ചതാ, വചനത്തെ ദൈവം കണക്ട് ചെയ്ത് തരും. മെസ്സേജ് ബുക്ക് വായിച്ചാൽ മതി, മെസ്സേജ് കേട്ടാൽ മതി, നമുക്ക് ഓർമ്മ വരും. കർത്താവ് കഴിഞ്ഞ നമ്മൾ ഇതിന്റെ വചനമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, കുറെ കാലം കൊണ്ടേ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കൊന്നും പിടികിട്ടിയിട്ടില്ല. ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിച്ച് അതിനെ വെളിപ്പെടുത്തി. ഞാൻ വെളിപ്പാട് 10:1 പറയുന്നത് തുറന്നൊരു ചെറു പുസ്തകം അവന്റെ കയ്യിലുണ്ടായിരുന്നു. അത് നമുക്ക് ആദ്യം പിന്നെ എടുക്കാം.
അപ്പൊ മർമ്മമായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടുന്ന പുസ്തകത്തിൽ നിന്ന് ദൈവം സത്യങ്ങളെ തുറന്നു സംസാരിക്കുന്നതാണ് തുറന്നൊരു ചെറു പുസ്തകം. ആ സമയത്ത് ഒരു വ്യക്തി താഴെ ഉണ്ടായിരുന്നു, 7th ഏഞ്ചലാണ് ഉണ്ടായിരുന്നത്. ആ വ്യക്തിയിലൂടെയാണ് ദൈവം സംസാരിച്ചത്. അത് മുഴുവൻ നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തു. അപ്പൊ ബൈബിളിൽ മർമ്മമായും ഗൂഢമായും ഉപമയായും സാദൃശ്യമായും ഗൂഢമായും പറഞ്ഞിരുന്നതിനെ തുറന്നു സംസാരിച്ചത് മെസ്സേജ് ബുക്ക്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ബൈബിളിലേക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ അവിടെ ആദ്യം പുൽപ്പറ്റി ഒന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താ? കർത്താവേ, ഞാൻ യോഗ്യനല്ല, ദൈവവചന പ്രകാരം ജീവിക്കാൻ എനിക്ക് പറ്റിയില്ല, പലപ്പോഴും വീണുപോയി, തെറ്റിപ്പോയി, കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് ആദ്യമേ വന്ന് സറണ്ടർ ആവണം. അതാണ് ദൈവത്തോടുള്ള അനുസരണം. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഐ സറണ്ടർ ആവും പറയുമ്പോൾ പിന്നെ കർത്താവ് നമ്മെ നിറയ്ക്കാൻ പറ്റും. അങ്ങനെ അതല്ലാതെ ഒരു മാനസാന്തരമൊന്നും ഇല്ലാതെ പാപം ചെയ്തിട്ട് അങ്ങനെ ദൈവത്തോടോ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത വ്യക്തിയോടോ ക്ഷമ ചോദിക്കാതെ അങ്ങനെ തന്നെ തുറന്നു പോയി ഇതുപോലെ ദൈവവചന സത്യവും കൂടെ കേട്ടാൽ എന്താ സംഭവിക്കുന്നത്? ജീവനിലേക്ക് പോകുമോ? പോകില്ല. എന്തുകൊണ്ടാ? ആ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ദൈവത്തോട് അല്ലെങ്കിൽ വ്യക്തിയോട് നിരപ്പ് പ്രാപിക്കാത്ത തരത്തിൽ ജീവവൃക്ഷ ഫലം കൂടെ, അതായത് ദൈവത്തിന്റെ വെളിപ്പാടും കൂടെ ഭക്ഷിച്ചിട്ട് എന്നേക്കും ആ പാപത്തിൽ തന്നെ ജീവിച്ചു പോകാതിരിക്കേണ്ടതിന് ആണ് ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്. എന്നിട്ട് കെരൂബുകളെ കാവലേർപ്പെടുത്തി. മനസ്സിലാവുമോ? അപ്പൊ പിന്നെ എങ്ങനെ ജീവവൃക്ഷ ഫലം കിട്ടും? പാപം ചെയ്ത, ശ്രദ്ധിക്കുക, പാപം ചെയ്ത മനുഷ്യൻ തെറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച ശേഷം ദൈവം ഹൃദയം തുറന്നു കൊടുക്കും. ഇനി നീ ജീവവൃക്ഷ ഫലം കൂടെ ഭക്ഷിച്ചോ. ഇതാണ് നമ്മളുടെ സ്നാനം. ദൈവവചന വിരുദ്ധമായിട്ട് വിശ്വസിച്ച് പ്രവർത്തിച്ചിരുന്ന അത് പാപമാണ്. അത് ശരിയായത് നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ വിശ്വസിച്ചു, മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ചു, യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടപ്പോൾ ഐ സറണ്ടർ ആവും. അപ്പൊ ദൈവം അത് കണക്കിടും. ശരി, പാപത്തെ ഞാൻ കണക്കിടുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യന് അതല്ല ഇപ്പൊ, അത് പഴയ നിയമകാലത്ത്. ഇപ്പോഴോ ഒരിക്കലായി എന്നേക്കുമായി പാപത്തെ മോചിച്ചിരിക്കുന്നു. ആ പാപം മോചിച്ച് കിട്ടിയപ്പോൾ ഇനി അങ്ങനെയുള്ളവർക്കാണ് ദൈവം മറച്ചു വെച്ചിട്ട് പോയ ജീവവൃക്ഷത്തിന്റെ ഫലം. അതാണ് നമ്മുടെ മെസ്സേജ്. അതല്ലാതെ പുറത്ത് സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഈ മർമ്മം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ദൈവം വെച്ച സിസ്റ്റമാണ്. എന്തുകൊണ്ട് അവരെ ആ പാപം ചെയ്ത വ്യക്തി ജീവവൃക്ഷ ഫലം കൂടെ പറിച്ചു തിന്ന് പിന്നാതിരിക്കാൻ ദൈവം അവരെ പുറത്താക്കുകയും കാവലും കൂടെ ഏർപ്പെടുത്തിയ ഉദ്ദേശം എന്താണ്? അവൻ ഭക്ഷിക്കരുത്. ഇത് തുടക്കം മുതലേ ദൈവത്തിന്റെ ഉദ്ദേശമെങ്കിൽ യേശുവും ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഉപമയായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, പുറത്തുള്ളവർക്കോ ഗ്രഹിപ്പാൻ വരം ലഭിച്ചിട്ടില്ല, നിങ്ങൾക്കോ ഗ്രഹിപ്പാൻ വരം ലഭിച്ചു. അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും മനസ്സിലേക്ക് വരാതെയും ഞാൻ അവരെ വിടിവിക്കാതെയും ഇരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ ദൈവം വിടിവിക്കാതിരിക്കാനല്ല, വിടിവിക്കും. എപ്പോൾ? അവർ പൂർണ്ണമായും പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവെ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് ഹൃദയമുറുക്കത്തോടുകൂടെ പറഞ്ഞാൽ ഏത് കൊടിയ പാപിക്കും. അതാണ് മാതൃക. യേശു വന്നപ്പോ എത്രയോ പാപികളാണ് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൂടെ പോയത്. ആ ഒരു ഹൃദയമുറുക്കം, കർത്താവെ ഞാൻ ഏതുമില്ല എന്ന് പറഞ്ഞ് സറണ്ടറായ എളിമ ധരിക്കുമെങ്കിൽ ദൈവം അവന് വേണ്ടി ഇറങ്ങി വരും. നമ്മൾ പറഞ്ഞ പഴയ നിയമത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ജാതി ഏതുള്ളൂ? പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അവരോടുകൂടെ, പക്ഷേ സാന്നിധ്യമേ ഉള്ളൂ. ഇന്ന് സാന്നിധ്യമല്ല, ഒറിജിനൽ ഗോഡ് നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കുകയാണ്. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ആലോചിച്ച് നോക്കൂ. അപ്പോ ഈ പ്രവാചകനോട് സംസാരിച്ച ദൈവിക തൃത്വം സ്നാനം പറയാം. ഗോതമ്പ് കളപ്പുര ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഉപയോഗിച്ച് ദൈവ സ്നാനം പ്രവാചകൻ വരേണ്ട ആവശ്യം സർപ്പൻസ് ഇതല്ല. ഈ 4 കാര്യം പറയാം, ബാക്കി രഹസ്യങ്ങൾ പറയരുത്. ദൈവം മറച്ചു വെച്ചിട്ട് പോയതാ. നമ്മൾ ദൈവത്തിന്റെ മാർഗത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച് വരുമ്പോഴാണ് കളപ്പുരയിൽ വിളമ്പുന്നത്. ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിച്ചിട്ട് വെളിപ്പാട് 3:1 പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ. വാതിൽ തുറക്കാനാണ് നമ്മൾ ആദ്യമേ അവരോട് പോയി പറയുന്നത്, നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിക്കുക, കർത്താവായ യേശുക്രിസ്തു നാമം തള്ളിക്കളയരുത്. ആ പാപമോചന സ്നാനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ പിന്നെ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, അവനോട് അത്താഴം കഴിക്കും. ഈ മർമ്മം ലോകത്ത് ഇന്നുവരെ ഒരു സഭകൾക്കും ഈ പ്രവാചകരുടെ പറഞ്ഞ ദൈവിക രഹസ്യം അറിയാം. ദൈവം മൂടി വെച്ചെങ്കിൽ നമുക്ക് കൃപയാൽ വെളിപ്പെടുത്തി തരുന്ന ഈ സത്യങ്ങളെ വില മതിക്കാതെ
പുറത്ത് പറയരുത്. അത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കും. പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തുന്ന ദുഃഖമുണ്ടാക്കും. പറയാവുന്നത് മാത്രം പറയേണ്ടുന്നവരോടേ പറയാവുള്ളൂ, പറയേണ്ടുന്ന സമയങ്ങളിൽ. അതുകൊണ്ട് ഞാൻ ഇതിനെ ഹൈഡ് ചെയ്തിട്ട് ഞാൻ അത് ആഡ് ചെയ്തവർ മാത്രം കണ്ടാൽ മതി. ഇന്നലെ ബ്രദർ വീട്ടിൽ വന്നപ്പോൾ എന്റെ ഫ്രണ്ട്സ്, ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആക്കുന്നതിന് മുമ്പ് ആ ലിങ്ക് വഴി ഞാൻ കയറാൻ നോക്കി പറ്റിയില്ല. ഫ്രണ്ട്സ് ആക്കിയതിന് ശേഷവും കയറാൻ നോക്കി പറ്റിയില്ല. പിന്നെ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ ബ്രദറിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവം എത്ര സീക്രട്ടായിട്ട് വെച്ചു. അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, ഇന്ന് വേണമെങ്കിൽ പുറത്താക്കിയിട്ട് പോകാം, കെരൂബുകളെ കാവലേർപ്പെടുത്തി. അപ്പൊ ദൈവത്തിന്റെ ഹൃദയം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പാപിയായ മനുഷ്യനെ അങ്ങനെ ഇരുന്നിട്ട് ദൈവിക രഹസ്യം കൂടെ കേട്ട് എന്നേക്കും നശിച്ചു പോകാതിരിക്കേണ്ടതെന്ന് ദൈവത്തിന്റെ ഒരു രീതിയാണെങ്കിൽ നമ്മൾ അതിനെ ഫോളോ ചെയ്യുക. എങ്കിലേ നമ്മൾക്ക് നിലനിൽക്കാൻ പറ്റും. ഇന്ന് പലരും ഇല്ല. എവിടെ പോയി? പല ആൾക്കാരും ഇല്ല. കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടവരോട് ചേർന്ന് പോവുക. കർത്താവ് നമ്മെ സഹായിക്കും. ഓക്കെ. അപ്പോ 3:22 യഹോവ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ, നമ്മിൽ ഒരുത്തനെ, 3 പേരെ പോലെ എന്നല്ല, ഒരുത്തനെ പോലെ ആയിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ, ശ്രദ്ധിക്കണം, പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു. നമ്മളോ നിത്യജീവൻ പ്രാപിച്ചാൽ എന്നേക്കും ജീവിക്കണമെന്ന്. പക്ഷേ പാപമോചന സ്നാനമേറ്റ് വിശ്വാസ സ്നാനം സ്വീകരിച്ച ശേഷം ദൈവിക രഹസ്യം ഭക്ഷിക്കുന്നവനാണ് എന്നേക്കും ജീവിക്കുന്നത്. അല്ലാതെ ദൈവിക രഹസ്യം കൂടെ ഭക്ഷിക്കുന്നവൻ എന്നേക്കും ആ പാപത്തിൽ തന്നെ ജീവിക്കും. അവൻ ഒരിക്കലും മരിക്കണം. ഇന്ന് നമ്മൾ സ്നാനപ്പെട്ടു, അവർ ജീവിച്ച പഴയ പാപങ്ങൾ, അതായത് വചനവിരുദ്ധമായത് മുഴുവൻ അവരെ തന്നെ ലോകസംബന്ധമായി ഇന്ന് മരിപ്പിച്ചു. ഇതുപോലെ ക്രിസ്തുവിന് മരിപ്പിച്ച ശേഷമാണ് ജീവന്റെ മന്ന ഭക്ഷിക്കാൻ. അല്ലാതെ ഭക്ഷിച്ചാൽ അത് ഗ്രഹിക്കില്ല. ഒന്നാമത്. രണ്ടാമത് പുച്ഛിക്കും. പുച്ഛിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാകുന്നു. അത് മരണകരമായ പാപം. സ്തോത്രം. അവനെ എടുത്തിരിക്കുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്തുകൊണ്ട്? ഇപ്പൊ വായിച്ചാണ് നോക്കൂ. അവനെ എടുത്തിരിക്കുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന്. ഏദൻ തോട്ടത്തിൽ എന്താണ്? കൃഷിയൊന്നും ചെയ്യേണ്ട. എല്ലാം ദൈവം തന്നെ സമൃദ്ധിയായിട്ട് വിളവിച്ച് എല്ലാ ഫലങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ദൈവം അവരെ കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ദൈവം പുറത്താക്കിയിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ പാപം ചെയ്തു. നീ മണ്ണിൽ ജോലി ചെയ്ത് അധ്വാനിക്കും. അപ്പൊ കൃഷി ചെയ്യേണ്ടതിന് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി